നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് താരങ്ങളാണ് നമ്മളുടെ ഉള്ളത്. ഒന്ന് രാഹുൽ രാജഗോപാൽ, മറ്റൊന്ന് മഹീന്ദ്രയുടെ BE6. നമസ്കാരം രാഹുലെ. താങ്ക് യു. മഹീന്ദ്രയ്ക്ക് കൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ രാഹുൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകളിലും പിന്നെ സീരീസുകളിലും എല്ലാം പ്രത്യക്ഷപ്പെട്ട ആളാണ്. സ്ഥിരം പോലീസാണ്, അധികം പോലീസാണ്. ഈ ഒരു രൂപവും ഭാവവും വെച്ചു. പക്ഷേ പാവമാണ് കേട്ടോ, പോലീസിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പാവം മനുഷ്യനാണ്. അപ്പോൾ രാഹുൽ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ നല്ല പരിചയമാണ്. ഞങ്ങൾ ജിമ്മിലാണ് കണ്ടുപിടിച്ചത് അല്ലേ? അതിനുശേഷം ഞാനിപ്പോൾ പോകുന്നില്ല, ഞാനും പോകുന്നില്ല. അത് മതി, അത് കേട്ടാൽ മതി. അടുത്ത വീട്ടിൽ കറണ്ട് പോയാൽ നമുക്ക് പക്ഷേ നമ്മുടെ പ്രധാനമായിട്ടും നമ്മളിത് ചർച്ച ചെയ്യാൻ പോകുന്നത് BE6നെ കുറിച്ചാണ്. കാരണം വെച്ചാൽ BE6 എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാലമാണ്. കാരണം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരോടെല്ലാം എങ്ങനെയുണ്ട് വണ്ടി, എനിക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് എല്ലാവരും പറയുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ കുറേ കാലം മുമ്പ് വാങ്ങിച്ച ആളെന്നുള്ളതിലേക്ക് നമുക്ക് രാഹുലിനോട് BE6 എങ്ങനെയുണ്ട് ചോദിച്ച് മനസ്സിലാക്കാം. കൂടാതെ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു സീരീസ് വന്നിട്ടുണ്ട്, ടെലി സീരീസ് വന്നിട്ടുണ്ട്. അതായത് സോണി ലൈവിലാണ്. സംഭവവിവരണം 4.5 സംഘം എന്നാണ് അതിൻ്റെ പേര്. എനിക്കറിയാം, പലരും ഇപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, കാരണം അതിൻ്റെ ചർച്ചകളിലേക്ക് അത് വരുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇന്നലെ അത് രാഹുൽ പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി അറിയുക. അതിൻ്റെ ഏതാണ്ട് 3/4 ഭാഗം ഞാനത് കണ്ടുവച്ചിരിക്കുകയാണ്. കിഡിലൻ മേക്കിംഗ് ആയിട്ടുള്ളൊരു തകർപ്പൻ ടെലി സീരീസാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, പിന്നെ ഏറ്റവും പുതിയ മോഹൻലാൽ, മമ്മൂട്ടി എല്ലാവരും കൂടെ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിശേഷങ്ങൾ നമുക്ക് രാഹുലിനെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചർച്ച, പിന്നെ ഒരു യാത്ര, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. അതുപോലെ തന്നെ അതുപോലെ മഴ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാഹുൽ ജീവിക്കുന്ന ഈ ഒരു വില്ല എന്ന് പറയുന്നത് എറണാകുളം സിറ്റിയുടെ നടുക്കാണെങ്കിലും ഇവിടെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടൊരു കിടിലൻ കോളമൊക്കെ ഉണ്ട്. ഇതെന്താണ് രാഹുൽ, ഇവിടെ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ? ചേട്ടാ, ഇത് പാറമടയുടെ നടുക്കുള്ളൊരു പാറക്കുളമാണ്. 100-300 അടി താഴ്ചയുണ്ടെന്നാണ്. ഇതിലേക്ക് ഇറങ്ങാൻ ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല, കാരണം എനിക്ക് നിലവിൽ നീന്താൻ അറിഞ്ഞുകൂടാ. ശരി, നമുക്ക് വ്യൂ കണ്ട് സന്തോഷിക്കുക. കാക്കനാട് ആണ് ഈ സംഭവം. ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ആരും അല്ല. ഇത് ഇങ്ങോട്ട് അധികം ഇങ്ങോട്ട് ആവശ്യമുള്ളവരില്ല ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പം ഇങ്ങോട്ട് വരുന്നവരും പെട്ടെന്ന് ആദ്യം വന്ന് ഇത് കാണുമ്പോഴത്തേക്കും ഇത് എന്താണ് പരിപാടി? അല്ല, നമ്മളും ആദ്യം ഇവിടെ വന്നപ്പോൾ ഇത് കണ്ട് തന്നെയാണ്, ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എടുത്തത്. എത്ര കാലം ഇപ്പൊ ഇവിടെ? ശരിക്കും കൊല്ലംകാരനല്ലേ? എന്റെ സ്വദേശം കൊല്ലമാണ്. ഞാൻ കൊച്ചിയിൽ ശരിക്കും 2013 തൊട്ട് ഞാൻ കൊച്ചിയിലുണ്ട്. രാജഗിരിയിൽ MBA, അത് കഴിഞ്ഞ് സ്റ്റീവ് സീൽ 4 വർഷത്തോളം വർക്ക് ചെയ്തു. പിന്നെ സിനിമ, കുറച്ച് ചെറിയ ബിസിനസ് പരിപാടികൾ. പക്ഷെ ബിസിനസ്സും കാര്യങ്ങളും കൊല്ലത്ത് തന്നെയാണ്. അപ്പൊ അവിടെയാണ് ഈ BE6 എനിക്കിപ്പം ഏറ്റവും വലിയ ഉപകാരമായിരിക്കുന്നത്. ഞാൻ വിശദമായിട്ട് പറയാം. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് തുടർന്ന് വരാം. BE6 എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് ജിമ്മി വെച്ച് കാണുന്ന സമയത്ത് എടുത്ത് ചോദിച്ചത് എങ്ങനെയുണ്ട് BE6 എന്നൊക്കെ ചോദിക്കും, വളരെ പെട്ടെന്ന് എടുക്കുകയും ചെയ്തു. എന്താണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഘടകം? ചേട്ടാ, എനിക്കങ്ങനെ വണ്ടികളെ കുറിച്ച് ഭയങ്കരമായ ധാരണയൊന്നുമില്ല. അപ്പം ഞാൻ ഈ ക്രെട്ടയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ഒരു 5 വർഷത്തോളമായി, 1 ലക്ഷത്തിൽ പുറത്തായി. അപ്പോൾ എനിക്ക് ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കൊല്ലമാണ് സ്വദേശം, എൻ്റെ ബിസിനസ് അവിടെയാണ്. അപ്പോൾ കൂടുതൽ അങ്ങോട്ടൊക്കെ പോയി വരേണ്ടി വരുന്നുണ്ട്. അപ്പം ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഡ്രൈവിംഗ് മടുത്തു തുടങ്ങി. അപ്പോൾ വണ്ടി മാറ്റണം. ഇപ്പോൾ EV വണ്ടികൾ വരുന്നു. അപ്പോൾ അത് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അങ്ങനെയാണ് ഞാൻ ചേട്ടൻ്റെ ജിമ്മി വെച്ച് കണ്ടപ്പോൾ ഞാൻ ആദ്യം വന്ന് ചോദിച്ചാൽ BE6 എങ്ങനെയുണ്ട് വണ്ടി എന്നാണ് ചോദിച്ചത്. അപ്പം ചേട്ടൻ പറഞ്ഞു നല്ല അഭിപ്രായം. ചേട്ടനും പറഞ്ഞു. അങ്ങനെയാണത് ബുക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യം വേറൊരു വണ്ടിയായിരുന്നു ബുക്ക് ചെയ്യുന്നത്. എൻ്റെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. ഇത് ഞാൻ ചേട്ടാ നമ്മുടെ കളമശ്ശേരിയിലെ ഷോറൂമിൽ ചെന്നു. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. എനിക്ക് ഓടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെ കൂടെ തന്നെ 9 നോക്കിയിരുന്നു? അതോ ഇതാണോ? ഇല്ല, ഞാനത് നോക്കിയിട്ടേ ഇല്ല. എനിക്ക് ഈ വണ്ടി കണ്ടങ്ങ്, നമ്മൾ ചില വണ്ടികൾ കാണുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടുമല്ലോ. അപ്പം അങ്ങനെ അത് ഓടിച്ചു നോക്കിയപ്പം അതിലും ഇഷ്ടപ്പെട്ടു. അപ്പം ഇപ്പം ഞാൻ നോക്കി, ഇത് ആദ്യം ഇവർ മറ്റേ ടോപ്പ് മോഡൽ മറ്റേ കൂടിയ ബാറ്ററി ഒക്കെ അല്ലേ ഇറക്കിയത്. അപ്പം പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ടാക്സ് കൂടുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചേട്ടൻ അറിയാം, എനിക്കൊന്ന് മാർച്ച് 31 മുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചേട്ടനൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് അവസാനം വണ്ടി കിട്ടിയത്. സ്വാധീനം. അതെ. അപ്പോൾ അതുകൊണ്ട് മറ്റേ ആ ടോപ്പ് എൻഡ് തന്നെ എടുത്തു. മറ്റേ 11ന്റെ ചാർജർ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1,500 കിലോമീറ്റർ എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് കംഫർട്ടബിളി. ഞാൻ നന്നായിട്ട് നല്ല ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ പോലും 1,500 കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വൺ സൈഡ് ഓട്ടം കംഫർട്ടബിളി പരിപാടി മറ്റേ ചാർജ് ചെയ്യാണ്ട് നടക്കും. ഇപ്പം വേണ്ട 10,000 കിലോമീറ്ററിന് അടുത്താവുന്നു. ഞാൻ ഇതുവരെ പുറത്ത് ചാർജ് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ വീട് കൊല്ലം, വൈഫിന്റെ വീട് ഇടുക്കിയാണ്, ഉടുമ്പൻചോല. അപ്പം അവിടെയാണ് ലോങ് കൂടുതൽ പോകാറ്. അപ്പം കഴിഞ്ഞ ആഴ്ച കോഴിക്കോടൊന്ന് പോയായിരുന്നു. കോഴിക്കോട് പോയപ്പോൾ ഞാൻ വിചാരിച്ച് ചാർജ് ചെയ്യേണ്ടി വേണ്ടി വന്നില്ല. തിരിച്ചിവിടെ എത്തുമ്പോഴും ഒരു 10-40 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ബാക്കിയുണ്ട്. ഇനി ഒരു കണ്ണൂർ യാത്രയുണ്ട്. അപ്പം അതിലായിരിക്കും ആദ്യമായിട്ട് എനിക്കൊന്ന് പുറത്തൊന്ന് ചാർജ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് പുറത്തൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞാനിപ്പോൾ രാവിലെ പറഞ്ഞു നമുക്കൊന്ന് ഓടിക്കണം. അപ്പോൾ രാവിലെ പറഞ്ഞു, ഞാൻ ഇന്നലെ ചാർജ് ചെയ്യാൻ പറഞ്ഞു. കുഴപ്പമില്ല, 20% ഉണ്ട്, എവിടെ പോകാമെന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ്. റേഞ്ച് ആങ്സൈറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു തവണ നമ്മൾ ഉടുമ്പൻചോല പോയപ്പോഴത്തേക്ക് ഇത്
അപ്ഹില്ലല്ലേ, അപ്പോൾ 500 എന്നുള്ള റേഞ്ച് ശരിക്കും 125 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് 250 ആയി. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് പാനിക്കായി. അപ്പം വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 250 കിലോമീറ്റർ ഓടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതേ കണക്ക് ട്രെയിൻ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ തിരിച്ച് ഇവിടെ എത്തിയപ്പം 240 കിലോമീറ്റർ ഓടാനുള്ളത്, ആകെ 10 കിലോമീറ്റർ കുറഞ്ഞിട്ടുള്ളത്. മറ്റേ ഡൗണിലാണ്ട് റീചാർജ് ആയി. അപ്പം ഇതൊക്കെ നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. അല്ല, അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെ. കാരണം നമ്മൾ എപ്പോഴും ഇവികളെ പറ്റി പറയുമ്പോൾ ഈ റേഞ്ച് ആക്സൈറ്റിയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പക്ഷേ ഇത്ര റേഞ്ചുള്ള വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇല്ലാതായിപ്പോ. പിന്നെ ഇവന്റെ രൂപം അല്ലേ, എന്ത് ഇത് അതിൽ നമ്മൾ വീണ് പോയതാണ്. കാരണം ലോക സിനിമയിലൊക്കെ അഭിനയിക്കാവുന്ന രീതിയിലുള്ള ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ലോക ഗഗനചാരി. ഇപ്പം മറ്റേ എനിക്കൊന്ന് അരുൺ ചന്ദുവിന്റെ തന്നെ പുതിയ സിനിമ വരുന്നുണ്ട്, വല എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു ടീസറിലും ഈ വണ്ടി കാണിക്കുന്നുണ്ട്, ഇതിന്റെ ഗോൾഡൻ കളർ കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് ആദ്യം നമുക്ക് വണ്ടി ഇറങ്ങി തുടങ്ങുന്നതിന് മുമ്പ് അതിനകത്തൊന്ന് കാണിച്ചിട്ടുണ്ട്, ഒരു ഗ്ലിംസ് പോലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേറെ മോഡിഫൈ ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ കാണിച്ചു വരുന്ന പോലെ തോന്നും. എന്താണ് ഇന്റീരിയർ കംഫർട്ടിനെ പറ്റി പറയാനുള്ളത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഡ്രൈവിംഗ് പൊസിഷൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പം എനിക്കൊന്ന് പൊതുവേ പറയുന്നൊരു പരാതിയാണ് പുറകിലുള്ള യാത്രാ കംഫർട്ടിനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് ഇതുവരെ പുറകിൽ യാത്ര ചെയ്തിട്ടില്ല. ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരാഴ്ച മിനിമം ഒരു 1-2 തവണ കൊല്ലം പോയി വരിക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു യാത്രകളുണ്ട്. അപ്പോൾ എനിക്ക് തീരെ മടുപ്പില്ല. അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ടൊക്കെ നമുക്ക് പോയി വരാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് എക്കണോമിക്കലാണെന്നുള്ളതാണ്. കാരണം ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ കാക്കനാട് നിന്ന് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഒരു 5 മണിക്ക് ട്രെയിനിന് കയറിപ്പോയി വൈകുന്നേരം തിരിച്ചു വരികയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് 300 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് ഇങ്ങനെയുള്ള ചിലവ്, ഒരു 10,000 രൂപ നമുക്ക് ട്രെയിനിൽ പോയിട്ട് പറഞ്ഞാൽ ചിലവാകും. ഇതെനിക്ക് ഒരു 100-150 രൂപ ഓട്ടോയ്ക്ക് കൊടുക്കുന്ന കാശ് കൊണ്ട് എനിക്ക് കൊല്ലം പോയിട്ട് വരാം. ഈ സസ്പെൻഷൻ എങ്ങനെയുണ്ട്? കാരണം ഇപ്പോൾ കൊല്ലം വരെയൊക്കെ പോകുമ്പോഴത്തേക്കും വഴിയൊക്കെ മോശമാണെന്നുള്ളൊരു പ്രശ്നമാണ്. ഞാൻ ആദ്യം NH നമ്മുടെ ഇപ്പം പണി നടക്കുകയാണല്ലോ, അപ്പം ഞാൻ കറക്റ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അതുമായിട്ടുള്ളൊരു കമ്പാരിസൺ എനിക്ക് പറ്റത്തില്ല. പക്ഷെ അത് വെച്ച് വളരെ മറ്റേ കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് പോയാൽ ഇവിടെ അടുത്ത് എവിടെ നമുക്ക് കാണാൻ പറ്റും? നമുക്ക് ഇവിടെ അടുത്ത് ഇത് തുതിയൂരെന്നാണ് എക്സാക്ട്ലി ഈ സ്ഥലത്തിന്റെ പേര്. നമ്മൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആവാസ്യവും പുരുഷപ്രേതവും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലം ഇങ്ങോട്ടുണ്ട്. നമ്മുടെ ചിത്രപ്പുഴയാണ് അറ്റത്ത്. അപ്പോൾ ആ സൈഡിലേക്ക് കുറച്ച് രസമുള്ള കാഴ്ചകളുണ്ട്, നമുക്ക് അങ്ങോട്ട് നോക്കാം. ഓക്കെ, ശരി. അപ്പൊ കൊല്ലത്ത് എന്താണ് ബിസിനസ്? കൊല്ലത്ത് എനിക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, അഡ്രസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് LLP എന്നാണ് പേര്. ഞാൻ അവിടെ ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിയറിംഗ് കംപ്ലീഷൻ ആണ്. ശരി. അപ്പൊ ഈ തിരക്കിനിടയ്ക്ക് എങ്ങനെയാണ് ഇതെല്ലാം നോക്കാൻ പറ്റുന്നത്? കാരണം ഇപ്പൊ ഈ സീരീസ് എന്ന് പറഞ്ഞത് 6 hours നിങ്ങളുള്ള സീരീസിൽ മിക്കവാറും എല്ലാ എപ്പിസോഡിലും കാര്യമായ രീതിയിൽ രാഹുൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? ചേട്ടാ, ഇത് 2024 ജനുവരി തൊട്ട് ഏപ്രിൽ വരെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സമയം ഈ പറഞ്ഞ കണക്ക് എനിക്ക് കൊണ്ടൽ എന്നുള്ള ഫിലിം നടക്കുന്നുണ്ടായിരുന്നു, ടർബോ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കോമഡി എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ കുറെ കാലം വെറുതെ ഇരിക്കുക. അഭിനയം എന്നുള്ളൊരു പരിപാടി ഇപ്പം എല്ലാം 365 ദിവസം നമുക്ക് പറ്റില്ലല്ലോ. ഓരോ സിനിമകൾ വരുന്നതനുസരിച്ചിട്ടല്ലേ നമ്മൾ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് കുറെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് മഹേഷേട്ടന്റെ പടം ചെയ്യുന്നത്. ഇപ്പം മസ്തിഷ്ക മരണം ചെയ്തു കൃഷാന്തന്റെ തന്നെ. അപ്പൊ അതിങ്ങനെ മറ്റേ മാനേജ് ചെയ്ത് പോകും. അപ്പൊ എന്താണ് ഇതിന്റെ ഇന്റീരിയർ അല്ലേ? ഇതൊരു ഭയങ്കര കേജിന്റെ അതിരിക്കുന്നല്ലേ? ഇപ്പൊ ഓടിക്കുന്ന ആള് ശരിക്കും പറഞ്ഞാൽ ഓടിക്കുന്ന ആളാണ് രാജാവ്. വല്ലാത്തൊരു ലുക്കും സമ്മതിച്ചേ പറ്റുള്ളൂ മഹീന്ദ്ര ഈ കാര്യത്തിൽ. ഇതിങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത കാര്യത്തിൽ സമ്മതിച്ചേ പറ്റും. ഇപ്പൊ ഏറ്റവും പുതിയ മഹീന്ദ്രയുടെ 4 പുതിയ പ്രോട്ടോടൈപ്പ് വന്ന് കണ്ടിരുന്നോ? ഈ ഓഗസ്റ്റ് 15 അവര് റിവീൽ ചെയ്തത്. ഞാനൊരു ബാറ്റ്മാൻ എഡിഷൻ ഒക്കെ ബാറ്റ്മാന്റെ പിറ്റേ ദിവസം ഇതെല്ലാം കൂടി അവർ ഇത് ചെയ്തു. മറ്റേ 4 എണ്ണം, അതായത് 2027 വരാൻ പോകുന്ന 4 മോഡലുകൾ. അത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റ്, ഭയങ്കര രസമാണ്. ഇത് ഇപ്പോഴും റോഡിൽ കൂടെ ഇപ്പൊ അത്യാവശ്യം വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് പോലും റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആളുകൾ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ചളിപ്പാണ്. മറ്റേ ഇതിന്റെ കളർ നല്ല രസമുണ്ട്, കളർ സെലക്ഷൻ നന്നായിട്ടുണ്ട്, നല്ല രസമുള്ള കളർ. അപ്പൊ നമ്മള് ചിത്രപ്പുഴയുടെ സൈഡിലേക്കാണ് എത്തിയിരിക്കുന്നത് അല്ലേ? അതെ, ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ നടക്കാനൊക്കെ ഇറങ്ങും ഈ സൈഡിലോട്ട്. ഇത് മറ്റേ നിങ്ങളിപ്പോ മറ്റേ വാട്ടർ മെട്രോയിൽ പോകുമ്പോൾ കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കും ഇത്. അതെ അതെ, ഇത് പഴയ മറ്റേ ബോട്ട് ഓടിയുന്ന കാലത്തെ ജെട്ടിയാണ് അല്ലേ? അല്ല, ഞാനൊക്കെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയ സമയത്തും ഒരു 2 രൂപയ്ക്ക് എനിക്ക് ഇവിടെ നിന്ന് വൈറ്റിലേ പോയി ഇറങ്ങായിരുന്നു. ഇപ്പം വാട്ടർ മെട്രോ വന്നതിന് ശേഷമാണ് ഈ ബോട്ട് ജെട്ടി ഇപ്പം ഫംഗ്ഷനിലല്ല, അപ്പുറത്താണ് മറ്റേ കാക്കനാട് മെട്രോ വരുന്നത്. ഇപ്പൊ നമ്മൾ ഇതേ കണക്ക് വൈകുന്നേരം രാവിലെയൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെ വന്നിരിക്കും. മഴ തോന്നും, അതോ തെളിഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും നമ്മളെ മഴ ദൈവങ്ങൾ അനുഗ്രഹിക്കും. നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ മഴയാണെങ്കിലും സംഭവം കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴയങ്ങ് മാറും. അപ്പോൾ ചിത്രപ്പുഴ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലം. ഇതുവഴി നേരെ വൈറ്റിലേക്കാണ് ഈ ഒരു വാട്ടർ മെട്രോ ഒക്കെ പോകുന്നത്. അതെ,
ഇതുവഴി നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഏരൂര് സൈഡ് വരെ നടന്നതല്ല, ആ ചെല്ലല്ലേ, 2 വീലറുകളൊക്കെ പോകും, ഒരു ചെറിയൊരു പാലവും. അപ്പോൾ എങ്ങനെയാണ് ഈ രാഹുൽ പിന്നെ എറണാകുളത്ത് വരികയും പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താണ് ഈ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ട്, എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? അല്ല, അത് സ്കൂൾ കോളേജിലൊക്കെ മിമിക്രി നാടകം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഇതങ്ങ് മണ്ടേ കയറിയിട്ട് ഇത് ഇറങ്ങി പോകണില്ല. പക്ഷെ നമുക്കിപ്പം ഇത് എന്താ പറയുക, ഒരു പ്രോപ്പർ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാത്തത് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും അറിയില്ല. ഒരു കാര്യം തീരുമാനിച്ചത് ഒരിക്കലും വിടൂല, ഏതെങ്കിലും കാലത്ത് രക്ഷപ്പെട്ടാലും മതി. അപ്പം പിന്നെ കൃഷാന്ത് സുഹൃത്താണ്, അപ്പം പുള്ളിയുടെ കൂടെ ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസസ് ഒക്കെ ചെയ്തു. ഞങ്ങളുടെ ആദ്യത്തെ ഒരു സിനിമ IFFK വന്നിട്ടുണ്ടായിരുന്നു, വൃത്താകൃതിയിലുള്ള ചതുരം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനുശേഷം ആവാസ വ്യൂഹമാണ് ഒരു വിസിബിലിറ്റി തന്നത്. അത് കണ്ടിട്ടാണ് മറ്റു പല സിനിമകളിലേക്കും വിളിച്ചിട്ടുള്ളത്. അത്യാവശ്യം നായകവേഷം തന്നെ പറയാമായിരുന്നു, അതിലൊരു നായകവേഷം തന്നെയാണ്. അപ്പം അത് പക്ഷേ അതൊരു വേറൊരു ഫോർമാറ്റിലുള്ളൊരു സിനിമയാണ്. പക്ഷേ ഇപ്പം കേരള സ്റ്റേറ്റ് അവാർഡ്, ബെസ്റ്റ് ഫിലിം, നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. ഒരു കുറേ ആ ഒരു സർക്കിളിൽ ഭയങ്കരമായിട്ട് വിസിബിലിറ്റി കിട്ടിയതാണ്. അപ്പം അതിനുശേഷമാണ് സിനിമകൾ അത്യാവശ്യം കിട്ടിത്തുടങ്ങിയത്. പ്രേമിലെ ഒരാള് പ്രോപ്പർട്ടി ആയിട്ടിരിക്കട്ടെ. അപ്പം കൃഷ്ണാന്തുള്ള ആളുടെ ബന്ധമാണ് ശരിക്കും പെട്ടെന്ന്. പിന്നെ കരിക്കുണ്ട്. കരിക്കും ഞാൻ രാജഗിരിയിൽ പഠിക്കുമ്പോൾ അർജുനും ജീവനും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവരാണ് കരിക്കിലേക്ക് വിളിക്കുന്നത്. ഒരു സംഭവം, ഒരു പോലീസ് ക്യാരക്ടർ വന്നപ്പോൾ അവർ വിളിക്കുന്നത്. അതാണ് ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചത് ആദ്യം കരിക്കിൽ വന്നപ്പോൾ. അതെ, ഇപ്പോഴും കൂടുതൽ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കരിക്ക് വെച്ചിട്ട് തന്നെയാണ്. സിനിമകളിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പം ഒരു ഏറ്റവും സാധാരണ പ്രേക്ഷനിലേക്ക് എത്തുന്ന തരത്തിലുള്ള സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പം അത് പോകെ പോകെ ശരിയാവുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഇപ്പം ഈ പറഞ്ഞ മഹേഷ് നാരായണ കണ്ണിപ്പെട്ടല്ലോ. അതെ, ഏറ്റവും പുതിയ ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്ന മൾട്ടി സ്റ്റാർ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് ആ സിനിമയിൽ എന്താ ക്യാരക്ടർ ഉണ്ട്? അവൻ ഒത്തിരി ഒന്നും റിവീൽ ചെയ്യണമെന്നില്ല. പോലീസാണോ? അതിൽ പോലീസ് അല്ല, അതിൻ്റെ വേറൊരു വകഭേദം എന്ന് വേണമെങ്കിലും പറയാം. അതൊരു കഥയുടെ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഇൻസിഡന്റ് സംഭവിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സീനുകളിലാണ് വരുന്നത്. ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ ഇത്രയും വലിയ സിനിമയുടെ ഒരു ഭാഗമാകുക. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഷൂട്ട് ദുബായിലും അസർബൈജാനിലും ഒക്കെ വെച്ചുണ്ടായിരുന്നു. അപ്പം സ്ഥലമൊക്കെ കാണാൻ പറ്റി. അതെ. മമ്മൂക്കയുടെ മോഹൻലാലിൻ്റെ കൂടെ ഉണ്ടോ? ഇല്ല, കോമ്പിനേഷൻ ഇല്ല. ഇപ്പം അസർബൈജാനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ എനിക്ക് അതേമായിട്ട് കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ എന്താണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു മുന്നോട്ട് പോകും തോറും സിനിമയാണോ കൂടുതൽ താല്പര്യം, അതോ ഇനി ഈ പറഞ്ഞ ടെലി സീരീസുകൾ? കാരണം വെച്ചാൽ അത് പലപ്പോഴും സിനിമയിലേക്ക് വരുന്നവർ അതിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. പക്ഷേ ഇതിലും വളരെ വളരെ സജീവമായിട്ട് വരുന്നുണ്ടല്ലോ. അല്ല ചേട്ടാ, എനിക്ക് അഭിനയം എന്നുള്ളൊരു ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഏത് മീഡിയം ആണെന്നുള്ളത് അങ്ങനെ വലിയ കൺസേൺ അല്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ ഏതാണെങ്കിലും ഇപ്പം സിനിമയോ സീരീസുകളോ ഷോർട്ട് ഫിലിംസും. ഇപ്പോഴും ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ കിട്ടുകയാണെങ്കിൽ ഷോർട്ട് ഫിലിംസും ചെയ്യാറുണ്ട്. നമുക്ക് ഷോർട്ട് ഫിലിം നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഇവരൊക്കെ ആയിരിക്കും പിന്നീട് ഒരു കാലത്ത് സിനിമ ചെയ്യുന്നത്. ആ സമയം നമ്മളെ പരിഗണിച്ചാൽ മതി. ശരിയാ, ഏറ്റവും നല്ല ഷോർട്ട് ഫിലിം ചെയ്തവരൊക്കെയാണ് ഇപ്പോഴും സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ഇപ്പം ഹൃദയപൂർവ്വം തിയേറ്ററുകളിലുണ്ട്. അതിൻ്റെ റൈറ്റർ നൈറ്റ് കോൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്ത ആളാണ്. അത് കണ്ടിട്ടാണ് സത്യനന്ദിക്കാട് സാർ പുള്ളിയെ വിളിച്ചതെന്നാണ് ഞാൻ കേട്ടത്. അപ്പം ഷോർട്ട് ഫിലിം നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അതെ അതെ അതെ, എല്ലാവരും പറഞ്ഞു വരുമ്പോഴത്തേക്ക് എല്ലാവരും ഏതെങ്കിലും ഷോർട്ട് ഫിലിം ചെയ്യുന്നവരായിരിക്കും. ഈ പോലീസ് വേഷങ്ങൾ സ്ഥിരമായിട്ട് തേടിയെത്തുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? പ്രശ്നം ഇപ്പൊ ഈ സീരീസിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് ചെയ്തത്. കാരണം ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ യൂണിഫോം ഇടുന്ന അവിടെ ഒരു സീൻ വരും. അത്രേ ഉള്ളൂ. അതായത് അതിനകത്ത് ഈ മറ്റേ വില്ലന്മാരായ പിള്ളേരുടെ സംരക്ഷകനായിട്ടുള്ള SI ആണ്, വില്ലൻ SI ആയിട്ടാണ്. അതെ അല്ല, ആദ്യമായിട്ടാണ് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടറിന്റെ ഒരു ആർക്ക് ഉണ്ടാവുകയും ഇയാളുടെ ഒക്കെ ഒരു കുടുംബം കാണിക്കുകയും ഇയാളുടെ നീഡ്സ്, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അങ്ങനെ ജസ്റ്റിഫിക്കേഷൻ ഉള്ള പ്രവൃത്തികളുള്ള ഒരു പോലീസുകാരൻ ആദ്യം ഇട്ടിട്ടാണ്. കാരണം നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ മറ്റേ SR അന്വേഷണം ഇതൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ ഒരു കുറച്ച് മീറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് പോലീസ് ക്യാരക്ടർ പ്ലേ ചെയ്യാൻ കിട്ടുന്നത്. അപ്പം പിന്നെ അത് എല്ലാവരും കണ്ട് ഗംഭീര അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. എനിക്കൊന്ന് മലയാളികൾ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഓണം റിലീസുകളുടെയൊക്കെ തിരക്കുകളിലാണ്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം അതൊക്കെ ഇത് നമ്മുടെ ഒരു കംഫർട്ടിലിരുന്ന് കാണാമല്ലോ. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ വേറെ വെച്ചാൽ നമ്മുടെ മണിയമ്പിള്ള രാജേന്ദ്രൻ്റെ മോനൊക്കെ നന്നായിട്ട്, അതായത് ഒരു ഗ്ലാമറും നോക്കാതെ ഒന്നും നോക്കാതെ നല്ല. അല്ലാതെ കൃഷാന്ത് സിനിമകളിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും ക്യാരക്ടേഴ്സാണ്. മറ്റേ അവരുടെ സ്റ്റാർഡത്തിന്റെ ഭാരമായിട്ടല്ല വരുന്നത്. പുള്ളി അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് നമുക്ക് ആ ഭാരം ആദ്യം എടുത്താൽ കളഞ്ഞിട്ട് നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് തരും. എന്നിട്ട് പുള്ളി അത് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം തരുന്നൊരു ഫിലിം മേക്കറാണ്. നിരഞ്ജൻ്റെ ഹ്യൂമർ സെൻസ് അപാരമാണ്. പക്ഷേ നിരഞ്ജനെ സിനിമയിൽ നമ്മൾ അങ്ങനെ ഹ്യൂമറസ് ക്യാരക്ടറുകളിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം ഈ ഒരു സീരീസ് വന്നപ്പോഴത്തേക്ക് അയ്യോ ഇയാൾ ഭയങ്കര രസമായിട്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് തോന്നും. മണിയമ്പിള്ള രാജ് സാറിൻ്റെ ആ ഹ്യൂമർ സെൻസ് കംപ്ലീറ്റ് ഉണ്ട്. അത് ആദ്യമായിട്ടായിരിക്കും ഒരു വർക്കിൽ നമ്മൾ കാണുന്നത്. നടക്കാം. ഈ കൃഷ്ണാന്തിൻ്റെ കാര്യത്തിൽ കൃഷ്ണാന്ത് നമ്മളിപ്പം ഈ പുരുഷപ്രേതം ആവാസ വ്യവസ്ഥ രണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കാലിബറുള്ളൊരു
സംവിധായകനാണെന്നുള്ള കാര്യം. ഈ കരിക്കിപ്പം നമുക്കൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കരിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വീണ്ടും നമ്മൾ ചെയ്യുന്ന പഴയ കരിക്കെടുത്ത് കാണുക എന്നുള്ളതാണ്. അത്രയധികം മിസ് ചെയ്യുന്നുണ്ട്. കരിക്കിൻ്റെ ഒരു സിനിമ വരുന്നെന്ന് കേട്ടു. അത് ഉടനെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അർജുനായിട്ട് ലാസ്റ്റ് സംസാരിച്ചപ്പോൾ എഴുത്ത് പരിപാടികൾ കഴിയാറായി എന്നാണ് പറഞ്ഞത്. എനിക്ക് കരിക്കിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആൾക്ക് അത്രയും പ്രതീക്ഷ ഉണ്ടാവും. അപ്പൊ അത് മീറ്റ് ചെയ്യണമല്ലോ. അതാണ് പ്രശ്നം. അത് കാരണം എനിക്കൊന്ന് ഈ വർഷം തന്നെ കാണുമെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചായി സംസാരിച്ചിട്ട് വേറെ കുറച്ച് വർക്കുകളിലായിരുന്നതുകൊണ്ട്. ഇപ്പൊ എന്താണ് ഇപ്പൊ ഏറ്റവും പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? നമുക്കിപ്പോ ഈ ഓണത്തിന് സീരീസ് ഇറങ്ങി. ഇത് കഴിഞ്ഞ് ഇനി മസ്തിഷ്ക മരണത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. ഈ സീരീസിന്റെ തന്നെ സീസൺ 2 ഉടനെ ഒന്നും കാണില്ലായിരിക്കും. പക്ഷെ നമ്മളിപ്പം ഈ സീരീസിൽ 2012 എന്നുള്ള കഥയെ പറഞ്ഞിട്ടുള്ളൂ. ഒരു 5-6 വർഷത്തെ കഥയും കൂടെ പറയാനുണ്ട്. അപ്പം അതുണ്ട്. പിന്നെ ഒരു 1-2 പ്രൊജക്ട്സ് ഇങ്ങനെ സംസാരം നടക്കുന്നു. ഇപ്പൊ സിനിമ ആയതുകൊണ്ട് ഒരു പടമൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളായിരിക്കില്ല ഷൂട്ട് തുടങ്ങിയിട്ട് പറയാം. ഇതിപ്പോൾ നമുക്ക് ഇനി വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം വീട്ടിലെ ചാർജറാണല്ലോ അധികം നല്ല മുഴുവൻ ചെയ്തിട്ടുള്ളൂ. അത് എത്ര നേരം എടുക്കുന്നുണ്ട്? എനിക്കിപ്പോൾ ഞാൻ പകലാണ് ചാർജ് ചെയ്തെങ്കിൽ 5-6 മണിക്കൂർ മതി. കംഫർട്ടബിളിയാണ്. രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ 11 മണിയൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആവുന്നുണ്ട്. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. എന്നിട്ട് വീണ്ടും 500 കിലോമീറ്ററോടാണുള്ള സാധനം. അതൊരു സംവാദന കേട്ടോ, 500 കിലോമീറ്റർ. ഇല്ല, അത് ഭയങ്കര. കാരണം ഞാൻ ആദ്യം വേറൊരു വണ്ടിയായിരുന്നു ബുക്ക് ചെയ്യുന്നത്. ആ വണ്ടി വീട്ടിലുണ്ട്, ഫാദർ യൂസ് ചെയ്യുന്നുണ്ട് ആ വണ്ടി. അപ്പം അതിൻ്റെ റേഞ്ച് ആയിരുന്നു എൻ്റെ പ്രശ്നം. കാരണം അതിനൊരു 300-350 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി വരാനായിട്ട് ചിലപ്പം ഇടയ്ക്ക് പിന്നെ എവിടെയെങ്കിലും കുത്തിയിട്ട് ചാർജ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. എനിക്കിപ്പം പിന്നെയും ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മറ്റേ ഇടയ്ക്ക് ചെറിയൊരു മടുപ്പ് വന്നായിരുന്നു. അപ്പം അത് ക്രെട്ട മാനുവൽ ആയിരുന്നു. അപ്പം അതും പിന്നെ ഇപ്പോഴത്തെ ഈ റോഡിൻ്റെ അവസ്ഥയെ കൂടെ ഒക്കെ വെച്ചിട്ട് കുറച്ച് മടുപ്പായിരുന്നു. പക്ഷെ ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ കൂടുതൽ MC റോഡാണ് പിടിക്കാറുണ്ട്. എന്നെ പറ്റുള്ളൂ. ഇതിപ്പം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിലിംഗ് ഇല്ല, എക്സ്ട്രാ വേറൊന്നും ചെയ്തിട്ടില്ല. ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. മറ്റേ നാനോ ഡയമണ്ട് കോട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഫിറ്റിങ്ങിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് എന്തായാലും എക്സ്ട്രാ ഈവൻ ഇതിന്റെ ആ സ്പോയിലർ പോലെ എന്ത് ഭംഗി, അതിന്റെ ആ ഡിസൈൻ കണ്ടോ, ആ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ ശരിക്കും ഇതിന്റെ ഒരു ഭംഗി പോലെ എന്ത് രസമാണ് എല്ലാ സാധനങ്ങളും. ഇപ്പം ഈ അധികം ഫാമിലികൾ എനിക്ക് തോന്നുന്നു മറ്റേ B9 പോകുന്നത് അല്ലേ? XEV9 ആണെന്ന് തോന്നുന്നു. കാരണം അത് കുറച്ചും കൂടെ വലിയ വണ്ടിയാണ്. എനിക്ക് ഞാൻ ഡ്രൈവിംഗ് കംഫർട്ടും മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞു നോക്കിയത്. പിന്നെ വണ്ടി കണ്ട് നമുക്ക് ചില സാധനങ്ങൾ കണ്ടങ്ങ് ഇഷ്ടപ്പെടില്ല. നമുക്ക് പിന്നെ അവിടെ നിന്ന് മൈൻഡ് മാറത്തില്ല. നമുക്കെന്താ ഞാൻ ഷൂട്ടൊക്കെ സ്ഥിരം നടക്കുന്ന പറമ്പിലേക്ക് ഒന്ന് പോയാലോ? അപ്പൊ ഇവിടെ ഈ പറഞ്ഞ സിനിമ ഷൂട്ടൊക്കെ നടക്കുന്ന പറമ്പെന്ന് പറയുന്ന രാഹുലാണോ ഇതിന്റെ? ഞാനാണ് ഇതിന്റെ മറ്റേ ലൊക്കേഷൻ മാനേജറായിട്ട്. ഞാനാണ് എന്നുവെച്ചാൽ സംഭവം ഇവിടെ താമസിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്തൊക്കെയാണ് ആവാസവ്യൂഹം ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൊച്ചി സിറ്റിക്കകത്ത് ഇത്രയും സ്വസ്ഥമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടാവും എന്നുള്ളത്. ഇതിപ്പം ഒഴിഞ്ഞ പറമ്പുകളുണ്ട്. ഇവിടെ നിന്നും പെർമിഷൻസ് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷൻ പെർമിഷനൊക്കെ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആവാസവ്യൂഹം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുരുഷപ്രയത്തിൽ ആ ബോഡി കുഴിച്ചിടുന്ന ശവപ്പറമ്പായിട്ടില്ലേ, അത് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മസ്തിഷ്ക മരണം എന്നുള്ള സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് സീരീസ് ഈ 4 സംഘം മാത്രമായിരിക്കും ഈ ഏരിയയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. കാരണം അത് പല തിരുവനന്തപുരവും കൊച്ചിയും മറ്റേ കമ്പംതേനിയും കുട്ടിക്കാനും എല്ലാം കൂടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. സംഘർഷഘടന എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അതിപ്പം തിയേറ്ററിൽ ഇറങ്ങി, ഇനി OTT റിലീസ് വെയിറ്റ് ചെയ്യണം. അപ്പം അത് നമ്മൾ നല്ലൊരു ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയായിട്ട് ഈ ഭാഗം കാണിച്ചിട്ടുണ്ട്. ഇടുക്കി റോഡുകളിലേക്ക് പോകുന്ന വഴി എന്നുള്ള രീതി ഈ ഭാഗം കാണിച്ചിട്ടുണ്ട്. ഞങ്ങളിത് ഈ ആ കാണുന്ന പറമ്പില്ലേ, ലെഫ്റ്റ് കാണുന്ന അത് ഞങ്ങൾ സ്വർഗമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് മറ്റേ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് പുകയൊക്കെ ഇട്ട് ആ പറമ്പ് ഞങ്ങള് സ്വർഗമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ പറമ്പ് അപ്പുറത്താണ്, പുരുഷപ്രയത്തിലെ ഡിഗിങ് ഗ്രൗണ്ട്. പുരുഷപ്രയത്തിൽ എനിക്ക് നല്ലൊരു ഭാഗം ഈ ഏരിയയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വേറെയും സിനിമകള് കടുവ, കാപ്പ, ഇതൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയ ശേഷം ഇപ്പൊ ഒരുപാട് സിനിമകൾ ഈ ഭാഗത്ത് RDX ഷൂട്ട് ചെയ്തിട്ടുണ്ട്. RDXൽ ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടല്ലോ, പെപ്പയും നീരഞ്ഞും കൂടെ ഒക്കെ ബൈക്കിൽ നിന്നൊക്കെ വീഴുന്നത്. അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവർ അവന്റെ സ്കിഡായി വീഴുന്നത്. ഇവിടെ ആകുമ്പോഴത്തേക്കും വലിയ നല്ല റോഡുകളും ഉണ്ട്, ഒരുപാട് ആളുകളൊന്നും വരാറുമില്ല. ഇതാണ് ആ പറമ്പ്. ഇപ്പൊ കുറച്ച് കാട് പിടിച്ച് കിടക്കുക. ഇത് ഷൂട്ട് വരുമ്പോഴത്തേക്കും ആളുകൾ വന്ന് ഇപ്പൊ എന്ത് പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് ഓണപരിപാടി വല്ലതും ആണോ എന്ന് അറിയാൻ വയ്യ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഈ റോഡിലേക്ക് ആരോനും ബാക്കി യൂണിറ്റ് വണ്ടികളൊക്കെ ഇട്ടിട്ട് ഈ ഒരു പറമ്പാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാറ്. നമുക്ക് വണ്ടി ഷൂട്ട് ചെയ്യാൻ പറ്റിയ പറമ്പ് കേട്ടോ. ഇതൊന്നും കാണൂല ഇവിടെ. എന്നുവെച്ചാൽ ഇപ്പം നാട്ടുകാരാണെങ്കിലും വളരെ സഹകരണമാണ്. നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ചിത്രപ്പുഴയാണ് അപ്പുറത്ത്. ഇത് പുഴയായി. അപ്പൊ മലയാളത്തിലെ ഹിറ്റ് സിനിമകളുടെ ഒക്കെ ഒരു പറമ്പാണ്. കടുവ, കാപ്പ തൊട്ട് എല്ലാ സിനിമകളും. ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ്
അത് എനിക്കൊന്ന് ഇവിടുത്തെ മറ്റേ നാട്ടുകാർ ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഒരു പിച്ച് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ പുരുഷപ്രായം ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഈ പിച്ചില്ല. പുരുഷപ്രായത്തിന്റെ നല്ലൊരു ഭാഗം ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിത് ഞങ്ങളുടെ ഫിലിം സിറ്റി എന്നാണ്, പാവപ്പെട്ടവരുടെ ഫിലിം സിറ്റി എന്നാണ് ഈ ഏരിയ വിളിക്കുന്നത്. അല്ല, ചേട്ടനാണെങ്കിൽ ഇനി ഷൂട്ട് ചെയ്യാനായിട്ട് ശ്യാമ ഇത് ഏതാ സ്ഥലം ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നമ്മുടെ ഓട്ടോ നമ്മളിടയ്ക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ സ്ഥലം ഇല്ല കേട്ടോ, ഇത് വെറുതെയാണ്, ഇങ്ങനെ സ്ഥലം ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വെയിൽ വന്നാൽ അന്തം വിട്ട വെയില, ഒരു കാക്കക്കാലിന്റെ പുരുഷപ്രായം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ പൊരിഞ്ഞ എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടി നമുക്കൊന്ന് എന്താ പറയുക സിറ്റിയിലും ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം അല്ലേ. 20% ഉണ്ടെങ്കിലും കോൺഫിഡന്റ് അല്ലേ? കോൺഫിഡന്റ് അല്ലേ? വളരെ കോൺഫിഡന്റ് ആണ്. നമുക്ക് വേണ്ട പ്രധാനമായിട്ടും ഇന്നാണോ ഞാൻ മറ്റേ ആദ്യമായിട്ട് പുറത്ത് ചാർജ് ചെയ്യാൻ പോകുന്നതെന്ന് കൂടെ ഉള്ളത് എനിക്ക് അറിയണം. ശരി. അതുപോലെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം എന്താണ് ഏറ്റവും മോഡേൺ ആണല്ലോ, അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? സത്യം പറഞ്ഞ ആദ്യത്തെ ആവേശത്തിൽ ഇത് മറ്റേ ഇരുന്ന് വായിച്ചൊക്കെ നോക്കി. പിന്നെ ഇത് നമുക്കിത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഇതിന്റെ ടേണിംഗ് റേഡിയസ് ആക്ച്വലി ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ്. പിന്നെ നമുക്ക് വണ്ടി പുറത്ത് നിന്നിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ആ കാർ പോർച്ച് കണ്ടില്ല, അത് ആക്ച്വലി ഭയങ്കര ഒരു ചെറിയൊരു സ്പേസ് ആണ്. അപ്പം കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ ഇത് തട്ടും. പിന്നെ ചിലപ്പോൾ മറ്റേ ചില ദിവസങ്ങളിൽ ഇടുമ്പോഴത്തേക്കൊക്കെ ഒന്നും മാറി കിടന്നു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലോട്ടൊന്ന് എടുത്തിട്ട് മോക്ക് ആ ഫീച്ചർ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ ആളുകളൊക്കെ ഒരു ബാ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കും. അവർക്ക് ആ മുകളിലത്തെ റൂഫും രാത്രി മറ്റേ പുറകിൽ അങ്ങ് കിടത്തിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് അവർക്കൊരു മറ്റേ ഓഡിയോ വിഷ്വൽ ഷോ ആണത്. ചെറുതാട്ടോ അല്ലേ? LKG പ്രീ കെ ജി ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നന്ന് യാത്ര പോവാം അല്ലേ? ഓക്കെ, എന്നാ പോവാം. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ല. 360 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ 360 ഇതൊക്കെ തട്ടിക്കണമെങ്കിൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടേണ്ടി വരും. ഇതിന്റെ ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം അതൊരു മറ്റേ ഡബിൾ എഡ്ജ് സോർഡ് എന്നൊക്കെ പറയാം. കാരണം നമ്മുടെ ഇവിടുത്തെ റോഡിലെ ഓടിപ്പും പരിപാടികളൊക്കെ വെച്ചിട്ട് ശരിക്കും നമ്മളിങ്ങനെ അടുത്തെത്തുമ്പോഴേ നമുക്കറിയാം നമുക്ക് ബ്രേക്ക് നിന്നോളൂ എന്നുള്ളത്. പക്ഷെ നമ്മളെക്കാട്ടിയും പ്രൊആക്റ്റീവ് ആയിട്ട് ഇത് കയറി ചവിട്ടും. അപ്പൊ ആ സമയം നമുക്കൊരു ജേർക്കും കുട്ടിയൊക്കെ ഫ്രണ്ട് ഇരിപ്പുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളെന്നെ അടിച്ചിട്ട് അച്ഛൻ പതുക്കെ ഓടിക്കും. ഞാനല്ല വണ്ടി തന്നെ ബ്രേക്ക് ചെയ്യുന്നത്. അല്ല, അതീ പറഞ്ഞ പോലെയാണ് ഇന്ത്യയിലെ റോഡ് സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് ഇതൊന്നും എഫക്റ്റീവ് അല്ലാന്ന് തോന്നുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതൊന്നും അല്ല, ഇനിയിപ്പോൾ കാലം അതൊക്കെ തന്നെയാണ്, ഒന്നുമില്ല. ഈ വീട്ടിലെങ്ങനെയാ? അച്ഛൻ ഒക്കെ ബിസിനസ് ആയിരുന്നു? എന്തായിരുന്നു? അച്ഛൻ ബിസിനസ് ആണ്, കൊല്ലത്ത് തന്നെയാണ്. അച്ഛൻ ജ്വല്ലറാണ്. ഓ, ആ ശരി. അതെ, അനിയൻ ഉണ്ട്. അനിയൻ അച്ഛൻ്റെ കൂടെ തന്നെയാണ്. ജ്വല്ലറി ഉണ്ട് സ്വന്തം? ഹോൾസെയിലാണ്. അത് ശരി, ചെറിയ കക്ഷി. അയ്യോ, ഹോൾസെയിൽ ജ്വല്ലറി. ഞാൻ മറ്റേ അഭിനയിച്ചും കുറച്ച് കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ അച്ഛനോട് കാശ് ചോദിക്കാറില്ല. ഇത് കേട്ടാ ചോദിക്കേണ്ടി വരുമല്ലോ, ധൈര്യമുണ്ട്. ഈ അച്ഛന്മാരൊക്കെ അവനിപ്പോഴും കാശ് ചോദിക്കുന്നതൊക്കെ പരാതി പോലെ പറഞ്ഞാൽ അവർക്കതൊരു അഭിമാനമാണ് പലപ്പോഴും അങ്ങനെ പറയുമ്പോ. അപ്പം ഇവിടുന്ന് MBA കഴിഞ്ഞതിന് ശേഷം കുറെ കാലം ജോലി ചെയ്തു. ഞാൻ HDFCയിൽ ഞാൻ അവിടുന്ന് പ്ലേസ്ഡ് ആയിരുന്നു. മറ്റേ ഇപ്പോഴത്തെ HDFC ബാങ്ക് അല്ല, മുമ്പ് HDFC ലിമിറ്റഡ് ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ. അവിടെ ചുവന്ന HDFC അതിപ്പം ഇല്ല, അവിടെ അതിപ്പോ ഇല്ല, മേജായി. ഇപ്പൊ കംപ്ലീറ്റ് HDFC ബാങ്ക് തന്നെയുള്ളൂ. അപ്പൊ HDFCയിൽ ഇവിടെ രഘുപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 4 വർഷത്തോളം. രഘുപുരത്ത് മാത്രമല്ല, എറണാകുളത്ത് ഒരുവിധം ബ്രാഞ്ചസിൽ ഞാൻ കണ്ണൂർ വരെ പോയിട്ടുണ്ട്. അപ്പം അതൊരു 2018 ഡിസംബർ 31 വിട്ടു. കാരണം 2019 ജനുവരി 1 തൊട്ട് ഞങ്ങളുടെ ആദ്യത്തെ സിനിമ, കൃഷ്ണാന്തന്റെ ആദ്യത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഷെഡ്യൂള് വാരണാസിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 12 ദിവസം. അപ്പം അപ്പോഴത്തേക്കും മറ്റേ കൊച്ചു കൊച്ചു സിനിമകളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ചെറിയ മുറിമുറുപ്പുകളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമ്മളതങ്ങ് വിട്ടുപിടിച്ചു. ശരി. അപ്പൊ ഈ ആ സമയത്തൊക്കെ സിനിമയ്ക്ക് വേണ്ടി ആരെങ്കിലും പോയി കാണലോ അതോ കൃഷ്ണത്തിനെ മാത്രം ആശ്രയിച്ചായിരുന്നോ? ആയിരുന്നു. പിന്നെ എനിക്ക് വൈശാഖ് സാറില്ലേ, പുലിമുരുകനൊക്കെ ചെയ്ത വൈശാഖ് സാർ HDFCയുടെ കസ്റ്റമർ ആയിരുന്നു. അപ്പൊ ഞാൻ ആളോടാണ് ഞാൻ ചാൻസ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരിക്കൽ ഓഫീസിൽ വന്നപ്പോൾ സാർ എനിക്ക് അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ജോലി വിടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒരു ദിവസം ഞാൻ ഒരു ചെക്ക് സൈൻ ചെയ്യിക്കാനായിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും പുള്ളി അന്ന് ഫാമിലി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് പുള്ളി മറ്റേ ആ സിനിമയുടെ പേര് അച്ചായൻസ് ആണെന്ന് തോന്നുന്നു. അച്ചായൻസിന്റെ പൂജ കഴിഞ്ഞിട്ട് പുള്ളി വന്നേ. അപ്പൊ പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ആക്ടിങ് റീൽ കൃഷ്ണാന്തൻ കട്ട് ചെയ്ത് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു ഇരിക്കടാന്ന് പറഞ്ഞിട്ട് പുള്ളി കുറെ നേരം എന്നെ ഉപദേശിച്ചു. ആക്ച്വലി വെറുതെ ജോലിയൊന്നും വിടണ്ട, നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പൊ ഷോർട്ട് ഫിലിമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ ചെയ്തോണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതൊരു ജീവിതമാർഗം ആക്കാൻ തോന്നുമ്പോൾ മാത്രം ജോലി വിട്ടാൽ മതി. കാരണം ഇപ്പം പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോഴത്തേക്കും ഈ ചാൻസ് നമ്മൾ ചോദിക്കുന്ന ആൾ വേറെ പല പ്രശ്നങ്ങളിലായിരിക്കും. ഈ മനുഷ്യൻ നമ്മളെ സഹായിക്കണമെന്ന് എന്ത് ഇതാ ഉള്ളത്. അപ്പം പക്ഷെ പുള്ളി തന്നെയാണ് പിന്നീട് എനിക്ക് ആദ്യമായിട്ടൊരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഒരു പോലീസ് ക്യാരക്ടർ പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ഇര. അപ്പം അതിലാണ് ആദ്യമായിട്ടൊരു പോലീസ് ക്യാരക്ടർ
തരുന്നത്. പിന്നെ പുള്ളിയുടെ എല്ലാ സിനിമകളിലും എനിക്ക് ചെറുതായാലും ഒരു വേഷം വിളിച്ച് തരാറുണ്ട്. ഇപ്പം അതിനുശേഷം മധുരരാജയിലുണ്ടായിരുന്നു. മധുരരാജയിലാണ് ആദ്യമായിട്ട് മമ്മൂക്കയായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. മധുരരാജയിൽ ഒരു ചെറിയ ക്യാരക്ടറാണ്. പിന്നെ നൈറ്റ് ഡ്രൈവിലുണ്ടായിരുന്നു, മോൺസ്റ്ററിലുണ്ടായിരുന്നു. അപ്പോൾ മോൺസ്റ്ററിലാണ് ലാൽ സാറുമായിട്ട് ഞാൻ ആദ്യമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അപ്പം വൈശാഖ് സാർ പറഞ്ഞ എനിക്ക് ഇവരോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അന്നും ഞാൻ പറഞ്ഞില്ലേ ആവാസയൊന്നും ഇറങ്ങിയിട്ടില്ല, നമ്മളൊരു ആക്ടറായിട്ട് ആരും അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പം സാർ ഇപ്പൊ എനിക്കൊന്ന് ഖലീഫ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ലണ്ടനിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിക്കുമായിരിക്കും. ഇത് കണ്ടാൽ അതെ 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 അത് ഞാൻ കണ്ടു. അതിന്റെ അവിടുത്തെ വർക്ക് കണക്കുന്നതിന്റെ ജസ്റ്റ് അതെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ എന്താണ് അൾട്ടിമേറ്റ് എയിം ആക്ടിങ്ങില്? നല്ല നല്ല പടങ്ങൾ ചെയ്യുക, നല്ല നല്ല റോളുകൾ ചെയ്യുക. എനിക്ക് നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അത്ര ധൈര്യം ഉണ്ടോ? ഏത് ക്യാരക്ടർ ഏൽപ്പിച്ചാലും ചെയ്യാൻ പറ്റും ഇപ്പം? കാരണം എനിക്കിപ്പം ഹ്യൂമർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് കരിക്ക് കാരണം എനിക്ക് ആ ഒരു ധൈര്യം കിട്ടി, ഹ്യൂമർ ചെയ്യാൻ പറ്റും. കാരണം എന്നെ കൊണ്ട് ഹ്യൂമർ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം മസ്തിഷ്ക മരണം എന്നുള്ള സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂമറസ് ക്യാരക്ടറാണ്. അപ്പൊ അതിപ്പോ ഒരു പ്രോപ്പർ പോപ്പ് കൾച്ചർ റെഫറൻസ് ഉണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന ഒരാൾ, അത് ഇപ്പോഴേ പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. അപ്പം അതിൽ ഹ്യൂമർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഹ്യൂമർ ഇപ്പം കൊണ്ടറിലാണെങ്കിലും മറ്റേ കരിക്കിന്റെ ഒരു എപ്പിസോഡിലേക്ക് ആണെങ്കിലും വില്ലൻ പരിപാടികൾ ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആവാസത്തിലും വൃത്താകൃതിയിലുള്ള ചരിത്രത്തിലും ഒക്കെ ലീഡ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം രസമുള്ള കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പൊ അതിപ്പം എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. രസമുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സാധനം ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് എക്സ്റ്റെന്റ് വരെ നമ്മളെ പുഷ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. എന്താണ് ഓണം പരിപാടി? ഓണത്തിന് ഇവിടെയാണോ നാട്ടിൽ പോകുമോ? ഓണം നാട്ടിൽ പോകും. എല്ലാ വർഷവും ഓണം നാട്ടിൽ തന്നെയാണ്. വീട്ടില് അച്ഛൻ, അമ്മ, അനിയനും വൈഫും കൊല്ലത്തുണ്ട്. അപ്പം ഓണം അവിടെ തന്നെയാണ്. പിന്നെ വൈഫ് ഇവിടെ മിൽമയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇവിടെ പത്തിരിപ്പാലം മിൽമയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഈ ഓണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര തിരക്കുള്ള സമയമല്ലേ. അപ്പം ആളുടെ ലീവാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് മിക്കവാറും ഉത്രാടത്തിന്റെ അന്നേ പോകാൻ പറ്റുള്ളൂ. ശരി. അപ്പൊ ഈ ഇതുവരെ ഈ ഷൂട്ടിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഓണം വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ടോ? ഇല്ല, ഓണം വീട്ടിൽ തന്നെയാണ്. ഇതേവരെ ഷൂട്ടില് പെട്ടുപോയിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര തിരക്കുള്ള നടനൊന്നുമല്ല. അല്ല, എന്നാലും നമ്മൾ നോക്കുമ്പോൾ പലതിലും കാണുന്നുണ്ടല്ലോ. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, തീരാമല്ലാത്തൊരു തിരക്കൊക്കെ ആയി വരുന്നുണ്ട്. തന്നെയല്ല, എനിക്കൊക്കെ ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഒരു ശരിക്കും കരിക്കിലൊക്കെയുള്ള ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഒരു ഭയങ്കര പരുക്കൻ മനുഷ്യൻ, ഇത് സ്ഥിരം ഒരു പരിക്കൻ വില്ലൻ സാധനമാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് രാഹുലിനെ പരിചയപ്പെട്ടപ്പോഴാണ് രാഹുൽ അങ്ങനെ ഒരു പരിക്കനല്ല. ഇപ്പൊ പൊതുവെ വില്ലന്മാർ പാവങ്ങളാണെന്നാണല്ലോ പറയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നല്ല അഭിനയ സാധ്യതകൾ തുറന്നതിന്റെ വേഷമാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ സീരീസില് 4 സംഘത്തില് എന്ന് തോന്നുന്നു. കാരണം അതൊരു പോലീസ് ആണെങ്കിൽ പോലും പോലീസ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ തുടക്കത്തിലേ പോയി. പിന്നെ ഒരു ഗതികെട്ട പോലീസ്, അതെ, ഈ കള്ളന്മാരെ സഹായിച്ച് ജീവിക്കേണ്ടി വരുന്ന ഗതികേട്. അത് അതിനകത്ത് ഭാര്യ ഒരു പ്രധാന ഘടകമാണ്. പുള്ളിയെ കൊണ്ട് ചെയ്യിക്കുന്നില്ല അല്ലെ? പുള്ളിക്കാരി ഈ പറഞ്ഞ മാലയും വളയും വാങ്ങിച്ച് നമുക്ക് കല്യാണത്തിന് പോകാൻ എനിക്ക് വളയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കരുതോ പോയി, പോലീസല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്ന ഭാര്യ കാരണം ഗതികെട്ട് വില്ലനായി പോയ ഒരു പോലീസ്. അത് അതിലെ കൃത്യമായിട്ടും ഈ അതിലെ വില്ലന്മാരായ പയ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്നതൊക്കെ. അല്ല, പുള്ളിയാണ് ഇതിന്റെ ഇവരുടെ ബിസിനസ് പദ്ധതികളുടെയൊക്കെ മാസ്റ്റർ മൈൻഡ്. പക്ഷെ ഇതങ്ങ് ഫെയിൽ ആവും. ഇതങ്ങ് ഫെയിലായി നമ്മൾ മറ്റേ വെടികൊണ്ടൊക്കെ കിടക്കുമ്പോഴും മറ്റേ കോമഡിയാണ് വെച്ചാൽ തീരെ പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിൽ മറ്റേ വെടികൊണ്ട് ആളെ മറ്റേ ഐസിയുലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവരെ ആളുകളുടെ പേര് വെക്കൂലറില്ലേ, അരിക്കുട്ടൻ, കഞ്ഞി എന്നൊക്കെ പറഞ്ഞു, മൂങ്ങ, അരി എവിടെ, കഞ്ഞി എവിടെ, ഇവിടെ ക്യാൻറ്റീനൊക്കെ അടച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു ഹ്യൂമറാണ്. ഇങ്ങനെയുള്ള ഒരു ക്യൂർക്കി ഹ്യൂമറാണ് ആ സീരീസ് മൊത്തം ഉള്ളത്. നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഗാങ്സ്റ്റർ കോമഡി വന്നിട്ടില്ല. അപ്പൊ അതിലിപ്പം ഇന്നലെ തൊട്ട് ആക്ച്വലി വളരെ നല്ല റിവ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം. സ്പെഷ്യലാണ് ഓണം സ്പെഷ്യൽ അങ്ങനെ പോകും. എനിക്ക് തോന്നുന്നു ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഹിറ്റ് ആവും സമയത്തേക്ക് എത്തുമ്പോൾ. ഇപ്പൊ എല്ലാവരും തിയേറ്ററുകളിലെ സിനിമകൾ കണ്ടു തീർത്തിട്ട് ഇനി നമ്മുടെ സീരീസിലേക്ക് ഇതാകുമ്പോഴത്തേക്കും കുറച്ച് സമയം വേണ്ട, 6 മണിക്കൂറില്ലേ. ഇതൊന്നും മലയാളത്തിൽ ഏറ്റവും ലെങ്തി സീരീസ് ഇതാണ്. ബാക്കി എല്ലാവരും 3 മണിക്കൂർ ആ ഒരു റേഞ്ചിലേക്ക് ഏകദേശം അതിന്റെ ഇരട്ടിയുണ്ട്. കേരളത്തിൽ ഈ വണ്ടി കാലുകൊടുത്ത് ഓടിക്കാൻ പറ്റുന്ന ചുരുക്കം ചില റോഡുകളിൽ ഒന്നാണ് ഇത്. ഒന്ന് കാലുകൊടുത്ത് നോക്കാം. 6.2 സെക്കൻഡ്സ് ആണ് 100 കിലോമീറ്റേഴ്സിന് വേണ്ടി വരുന്നത്. ഓക്കെ, അത്ര എടുത്തോന്ന് അത്ര എടുത്തോന്ന് സംശയമുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ ഫീൽ ചെയ്യുന്നത്
സ്റ്റെബിലിറ്റിയും പിന്നെ ആ സസ്പെൻഷന്റെ ഒരു ഗുണം കാരണം ഒരു നല്ലൊരു സുഖമാണ് സാധനം. പക്ഷെ ഈ പട്ടികൾ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ പട്ടിയല്ലേ പശു ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ചാടിക്കൊണ്ടിരിക്കും. അപ്പം ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ഈ ഇത്ര നേരം പറഞ്ഞു വരുന്നത് നാലര സംഘത്തിന്റെ കുറെ സീനുകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതെ, നമ്മുടെ ആ ഓപ്പണിംഗ് ഒരു കാർ ആക്സിഡന്റ്, കാർ ജമ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാർ ജമ്പ് ചെയ്യിക്കുന്നില്ലെന്നേ ഉള്ളൂ, എല്ലാ ദിവസവും ഇവിടെയാണ് ഷൂട്ട്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, നമുക്കൊരു കാര്യം, നമുക്കൊന്ന് വണ്ടി നല്ലൊരു സ്ഥലം നമുക്ക് നിർത്താം അല്ലെ. അതെ, നമുക്ക് മുന്നോട്ട് പോയിട്ട് ഇവിടെ ഈ സമയത്ത് പിള്ളേര് ഇതുണ്ട് സ്കേറ്റിംഗ് പഠിക്കുന്ന. അപ്പൊ നമ്മൾ പറയാറുണ്ട് ഇവിടുത്തെ കുഞ്ഞു പിള്ളേര് കാണുമ്പോൾ ഇച്ചിരിയൊക്കെ ഉള്ളെങ്കിൽ ഇതൊക്കെ വലിയ ചാമ്പ്യന്മാരാ, സ്റ്റേറ്റും നാഷണൽ ചാമ്പ്യന്മാരൊക്കെ അവരൊക്കെ. നമ്മള് കാണുമ്പോൾ ഇച്ചിരി ഉള്ളൂ എല്ലാം. എനിക്ക് തോന്നുന്നില്ല മ്യൂസിക് സിസ്റ്റം കിട്ടുന്നതായിരിക്കുമല്ലോ ഹാമൺ ഗാർഡൻ. ഇത് ഞാൻ ഇടയ്ക്ക് ഏതോ ഹാഡിൽ കണ്ടിട്ടുണ്ട്, എയർ റഹ്മാൻ അപ്രൂവ്ഡ് മ്യൂസിക് സിസ്റ്റം ആണെന്ന്. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഈ തിങ്കളാഴ്ച നമ്മുടെ സീരീസിന്റെ മ്യൂസിക് ഇരിക്കുന്ന സൂരജ് സന്തോഷാണ്. അപ്പൊ സൂരജും ഞാനും വേറൊരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ മാവേലിക്കരയിൽ ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സീരീസിലെ പാട്ട് തന്നെ, ഈ സീരീസിൽ 24 പാട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഒരു മ്യൂസിക്കൽ ഗാങ്സ്റ്റർ കോമഡിയാണ്. അപ്പൊ അതിലൊരു 1-2 പാട്ട് സൂരജ് ഇതില് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കാരണം മ്യൂസീഷ്യൻസിന് അറിയാവുന്ന പരിപാടി അത് ചെയ്തിട്ട് പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ മ്യൂസിക് സിസ്റ്റം ഇത്രയും കിടലുവാണെന്ന്. പക്ഷെ എനിക്ക് നമ്മളിപ്പം മറ്റേ ഓൺ ചെയ്യുന്നു, സ്പോട്ടിഫൈ കണക്ട് ചെയ്യുന്നു, പാട്ട് കേൾക്കുന്നു എന്നല്ലാണ്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് കൊടുക്കും. നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്യാൻ നേരത്ത് ഇതിലോട്ട് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം സൂരജ് അന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഞാൻ മാറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധാരണ സെറ്റിംഗ്സിലും പോകാതെ ഏതെങ്കിലും ഒരു എന്താ സൗണ്ട് എഞ്ചിനീയറുടെ അടുത്തുനിന്ന് പോകുന്നത് സൂപ്പർ ആയിരിക്കും. അത് ഇതിന് ഇത്രയും പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് ഈ കഴിഞ്ഞ 3-4 ദിവസം മുമ്പാണ് എനിക്ക് മനസ്സിലായത്. ആ രീതിയിലാണ് ഇപ്പം പാട്ട്. എന്നാൽ ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റു കാര്യം ഇത് മാറ്റ് ഫിനിഷാ അല്ലെ. അതുകൊണ്ട് നല്ല കണ്ണിനൊന്നൊക്കെ നല്ല സുഖമാണ്, നല്ലൊരു കൂൾ എഫക്റ്റ് വരും. പിന്നെ വെയിലടിച്ചാലും അത് അങ്ങനെ ഒരു ബൗൺസ് ചെയ്ത് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു സാധനമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ ഒരു സാധനമാണ്, ഒരു കോക്പിറ്റ് പോലെ നമ്മൾ രാജാവാണെന്നൊക്കെ തോന്നും. നമുക്ക് നടന്നാലോ ഇനി നടക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാള സിനിമയിലൊക്കെ ധാരാളം പേര് ഇപ്പം ഇതെടുക്കുന്നുണ്ട്. എന്നെ തന്നെ കുറേ പേര് സിനിമയിൽ നിന്നുള്ളൊരു വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും? എനിക്ക് എൻ്റെ സുഹൃത്തുണ്ട്, നമ്മുടെ മസ്തിഷ്ക മരണത്തിൻ്റെ ഒക്കെ ക്യാമറമാനാണ്, പ്രയാഗ് എന്നാണ് പേര്. മീൻ പിടിച്ചു. മീൻ കിട്ടി അടിപൊളി. ഇവിടെ ഒരു സൈഡിൽ മീൻ പിടുത്തം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സംഘർഷഘടന എന്നുള്ള സിനിമ കഴിഞ്ഞ കോഴിക്കോടുള്ള IFFK ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 4-5 പേര്, കൃഷ്ണാന്തേട്ടനും പ്രയാഗ്, ഞങ്ങൾ എല്ലാവരും ഈ വണ്ടിയിലാണ് കോഴിക്കോട് പോയത്. അപ്പോൾ എവിടെയോ എനിക്ക് തോന്നുന്ന റോഡ് നന്നാവുന്നൊരു പോർഷൻ ഉണ്ടല്ലോ കോഴിക്കോട് മുമ്പ്, അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ പ്രയാഗിൻ്റെ വണ്ടി കൊടുത്തു. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു 150-160 പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുള്ളി ഭയങ്കര രസം ഇത് ഓടിച്ചിട്ട്, മറ്റൊരു വീഡിയോ ഗെയിം ഒക്കെ കളിക്കുന്ന പോലെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉറക്കം എഴുന്നേറ്റ് പുള്ളി പറഞ്ഞു, ഞാനത് ഭയങ്കര രസമുണ്ടല്ലോ. അപ്പോൾ പുള്ളി ഇടയ്ക്ക് കൊച്ചിയിൽ മറ്റേ ഫ്ലാറ്റ് ഒക്കെ മേടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, ഞാൻ മറ്റേ ബിൽഡറാണല്ലോ. അപ്പം ഞാൻ അതിന്റെ സൈഡ്സ് കൊടുത്തിരുന്ന പുള്ളി ഇപ്പൊ ചോദിക്കുന്നത് ഇപ്പൊ ഫ്ലാറ്റ് വേണോ വണ്ടി മാറ്റണോ എന്നുള്ളൊരു ചുരുക്കം പറഞ്ഞ എന്നെ പോലെ മറ്റേ ഓടിച്ചങ്ങ് ഫാനായി. അപ്പോൾ അവരുടെ വീടിന് പകരം വണ്ടി മാറ്റാൻ അത്രയും ഒരു എക്സൈറ്റിംഗ് വണ്ടിയാണെന്ന് മനസ്സിലായില്ലേ? എന്തായി തീരുമാനം അറിയില്ല, ചോദിക്കണേ. ആ സൈഡിൽ നല്ല രസമാണ്. അവിടെ മറ്റേ താറാവ് കൂട്ടം കണ്ടോ? ഓ എന്താ സീനെന്ന് കണ്ടോ? അങ്ങോട്ട് അമ്പോ നല്ല രസമുണ്ട് അല്ലേ? ശരിക്കും നമ്മൾ തൃശ്ശൂർ ഉള്ളോട്ടൊക്കെ പോകുമ്പോഴേ ഇപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകൾ മറ്റേ നമ്മുടെ മഞ്ജു വാര്യർ സ്ഥലമുണ്ടോ, പുള്ളിലൊക്കെയാണ് ഇപ്പൊ ഇത്രത്തെ രസമുള്ള പാടങ്ങളും. സുഹൃത്തുണ്ട് വിനീത് തട്ടിൽ, പുള്ളിയുടെ മറ്റേ പെരിങ്ങോട്ടുകര ആ സൈഡ് അവിടെയല്ലേ. വിനീത് തട്ടിൽ ഇപ്പം മലയാള സിനിമ കീഴടക്കി. പുള്ളി ഇല്ലാത്ത സിനിമകളില്ല, പുള്ളി രണ്ടും ചെയ്യും. പുള്ളി മറ്റേ മന്ദാകിനിയിലൊക്കെ നല്ല രസമല്ലേ, തമാശ. അതോടൊപ്പം തന്നെ അതാ നല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നല്ല കോൺട്രാസ്റ്റ് കേട്ടോ. ബാക്കിൽ വലിയ അപ്പാർട്ട്മെന്റ്സ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര കാലം ഇങ്ങനെ കാണാൻ കിട്ടുമെന്നുള്ളതാണ്. അതെ. തണ്ണീർത്തടങ്ങളൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് പല സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട്. എന്നാലും ഇപ്പം മലയാള സിനിമയുടെ ഒരു കേന്ദ്ര സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം. ഹിറ്റാക്കിയതിൽ ബൈജുനാർക്ക് വലിയ പങ്കെടുന്നുള്ള കാര്യം നിങ്ങളാരും വിസ്മരിക്കരുത്. നമ്മളാണ് ഇവിടെ ആദ്യമായി ഷൂട്ട് ആരംഭിച്ചത്. ഇതിൻ്റെ ഒരു സാധ്യത നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ആരുടെയും കണ്ണിപ്പെടാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ഷൂട്ടിന് പല സിനിമ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ എന്നെ കാണുമ്പോഴേ പറയും, ചേട്ടൻ്റെ വീഡിയോയിൽ സ്ഥിരം കാണാറുണ്ട് അവിടെ ഈ സ്ഥലം, കാരണം എല്ലാവരും അത് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തണ്ണീർത്തടങ്ങൾ എന്നും വേണമെങ്കിൽ അപ്രത്യക്ഷമാകാമെന്ന് പറഞ്ഞ പോലെ ഈ റോഡിൻ്റെ സാധ്യതയും വലിയ താമസമില്ലാതെ അപ്രത്യക്ഷമാകും. കാരണം ഇത്
ശരിക്കും പറഞ്ഞാൽ സീപോർട്ട് എയർപോർട്ട് എക്സ്റ്റൻഷനാണ്. ഇതിൻ്റെ രണ്ടറ്റത്തും കുറച്ച് സ്ഥലങ്ങൾ ഈ ഡിഫൻസിൻ്റെ ഒക്കെ ഉണ്ട്. അത് ഇപ്പം സർക്കാർ ഏറ്റെടുക്കാൻ ഇതായിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുകയും ചെയ്തു, മറ്റേ ഒരു കണക്ഷനും ഇല്ലാതെ ഇത്രയും നല്ല റോഡ് ഇതിന്റെ സീപോർട്ട് എയർപോർട്ടോട് ഡയറക്റ്റ് എയർപോർട്ടിലേക്കുള്ള റോഡായത്. അപ്പോൾ ഈ സീപോർട്ട് എയർപോർട്ട് ഞാൻ എവിടെയാണ് സീപോർട്ട്? അപ്പോൾ ഈ രണ്ടറ്റവും കൂടി തീർന്നു കഴിഞ്ഞാൽ ഇത് ആണ് പിന്നെ നമ്മൾ നേരെ കളമശ്ശേരി ആലുവ ഒന്നും തൊടാതെ നമ്മൾ നേരെ എയർപോർട്ടിലെത്തും. അപ്പോൾ അത് മാക്സിമം വൈകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. കാരണം അത് മുട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഞങ്ങളുടെ കഥ. രാവിലെ അവിടെ പോകും ഷൂട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ള വലിയ പ്രശ്നമാണ്. നമുക്ക് ദൂരേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് പക്ഷെ അന്നേരം ട്രാക്കിംഗ് വേണം. ട്രാക്കിംഗ് എടുക്കാൻ നമുക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ അതാ വണ്ടി കിടക്കുന്നുണ്ടോ, എന്താ അതിൻ്റെ ഒരു ലുക്ക് എന്നുണ്ട്, ഒരു രക്ഷയില്ലാത്ത ഒരു ലുക്കാണ്. അപ്പോൾ എന്തായാലും ലുക്കിൽ മാത്രമല്ല വർക്കിലും മോശമല്ല, അടിപൊളിയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ചേട്ടനോട് ചോദിച്ചപ്പോഴും ആദ്യം പറഞ്ഞു ആദ്യം കുറച്ച് ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടാകും, പക്ഷെ എനിക്ക് അങ്ങനത്തെ സാധാരണഗതിയിൽ ഒരു കുറച്ച് സോഫ്റ്റ്വെയർ ഞാൻ പിന്നെ എനിക്കൊന്ന് ഒരുപാട് ഇതിന്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാത്തത് കൊണ്ടാണോ അറിയില്ല. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ മഹീന്ദ്ര എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനിയെ സമ്മതിച്ചിരിക്കുകയാണ് ഈ ഒരു ഇങ്ങനെ ഒരു സാധനം നിർമ്മിച്ചെടുത്തതിൽ. അതൊരു സംഭവം തന്നെയാണ്, നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. തന്നെയല്ല നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയാൽ കാണാം, ലോകവ്യാപകമായിട്ട് സായിപ്പന്മാരൊക്കെ ഇന്ത്യയിൽ വന്ന് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി. അത്രയധികം ലോകം ശ്രദ്ധിച്ച ഒരു ഡിസൈനാണെന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഈ രാഹുൽ രാജഗോപാൽ, എനിക്ക് തോന്നുന്നു രാഹുൽ അധികമൊന്നും മറ്റേ വീഡിയോകളൊന്നും അല്ലേ ഇൻ്റർവ്യൂസൊന്നും അധികം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. കാരണം രാഹുൽ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട് വരുന്നേ ഉള്ളൂ. പലപ്പോഴും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിലൊന്നും ഇതിൻ്റെ പേര് രാഹുൽ എന്നായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ, പക്ഷേ രാഹുൽ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഇനി ഒരു ഭാവി വാഗ്ദാനം തന്നെയാണ്. കാരണം ഇപ്പം നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടാൽ മനസ്സിലാവും, നല്ല കിഡിലനായിട്ടാണ് രാഹുൽ ചെയ്തിരിക്കുന്നത്. രാഹുൽ തന്നെയാണ് ഇന്നലെ എന്നോട് പറഞ്ഞത് അതൊന്ന് കാണണം കേട്ടോ. അതായത് നല്ല ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ആവാസവ്യൂഹം കാണാത്തവർ അതും കാണുക. അത് സിനിമ എന്നുള്ള നിലയ്ക്കും രാഹുലിൻ്റെ അഭിനയം എല്ലാം കിടിലനാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനും നടനുമാണ് പ്രശാന്ത് അലക്സാണ്ടറും. കിഡിലനായിട്ടാണ് പ്രശാന്തന്റെ മാസും ആക്ഷനും ഒക്കെ ഉണ്ട്, നല്ല ഗംഭീരമായിട്ട്. പ്രഭുവിന് പ്രശാന്തന്റെ ഫാമിലിയും ഉണ്ട്, മോനൊക്കെ ഭയങ്കര സന്തോഷമാണ് തിയേറ്ററിൽ ഇരുന്ന് തന്നെ. ഞാൻ പുരുഷപ്രേതം കണ്ട് വിളിച്ച് പരിചയപ്പെട്ടതാണ് പ്രശാന്ത്. അതിനുശേഷം ഞങ്ങൾ ദുബൈയിൽ വെച്ചിട്ട് കണ്ടു. പ്രശാന്തും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സീരീസ് നിങ്ങൾ കാണുക. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ എനിക്ക് തോന്നുന്നൊരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം ഇപ്പം ഇത്രയും കാലം കൊണ്ട് 10,000 സംതിങ് ആയി കഴിഞ്ഞു. 4 മാസം കൊണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നന്നായിട്ട് ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെതായ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓണം ആശംസിക്കുകയല്ലേ നമ്മുടെ വ്യൂവേഴ്സിന് അല്ലേ? അപ്പം എല്ലാവർക്കും എൻ്റെയും രാഹുലിൻ്റെയും വക ഓണം ആശംസിക്കുന്നു. ഈ സീരീസ് കാണുക. അതോടൊപ്പം തന്നെ മഹീന്ദ്ര BE6 എന്ന് പറയുന്ന മനോഹരമായ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ധൈര്യമായിട്ട് വാങ്ങിക്കുക എന്നുള്ളൊരു ഉപദേശം കൂടിയാണ് ഇപ്പോൾ രാഹുൽ തന്നിരിക്കുന്നത്. അത്രയും നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് രാഹുൽ. താങ്ക് യു. അപ്പോൾ വീണ്ടും നല്ല നല്ല വേഷങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടുക. താങ്ക് യു. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ജിമ്മിലൊക്കെ പോകണം. അല്ല പോണം. ഇപ്പോൾ കുറച്ച് ഇതിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പിയാണ്.